2 കുട്ടികൾ നടക്കാനായിട്ട് പഠിച്ച സമയത്താണ് യശോദമ്മയുടെ രോഹിണിയുടെ തലവേദന ഇരട്ടിച്ചത്. ശൃംഗി അഗ്നി ദംഷ്ടി അസി ജല ദ്വിജ കണ്ടകേഭ്യ. എന്ത് സാധനം കണ്ടാലും കയറി പിടിക്കും. ഒരു ദിവസം യശോദമ്മയും രോഹിണിയും കൂടി മാല കെട്ടിക്കൊണ്ടിരിക്കുക. നോക്കിയപ്പോൾ 2 എണ്ണത്തിനെയും കാണാനില്ല. കണ്ണാന്ന് വിളിച്ചു. വിളി കേട്ടു. മനസ്സിലായി പശുക്കളുടെ അടുത്താന്ന്. 2 പേര് ഓടിച്ചെന്നപ്പോൾ കറുത്ത പശുവിൻ്റെ കൊമ്പുമ്മേ ഭഗവാൻ കയറി പിടിച്ചിട്ടുണ്ട്. തൻ്റെ ടീച്ചറല്ലേ. വെളുത്ത പശുവിൻ്റെ മേത്ത് പിടിച്ചിട്ടുണ്ട്, കൊമ്പുമ്മ പിടിച്ചിട്ടുണ്ട് ഏട്ടൻ. അത് കളർ മാച്ച് ചെയ്യാനാത്രേ. കറുത്ത പശുവിൻ്റെ അടുത്ത് കറുത്ത ഭഗവാൻ, വെളുത്ത പശുവിൻ്റെ അടുത്ത് വെളുത്ത രാമൻ. എന്താ കണ്ണാ കാണിക്കണേന്ന് പറഞ്ഞ് യശോദ രോഹിണിയെ പിടിച്ച് മാറ്റി 2 എണ്ണത്തിന്. അമ്മേ, ആ കൊമ്പിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ തല കിടക്കുമോ എന്ന് നോക്കിയതാ. പശുവിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ കൂടെ തല കിടക്കുമോന്ന്. ഒരു ദിവസം യശോദമ്മ നോക്കിയപ്പോഴാണ് തൈര് കളിക്കൊണ്ടിരിക്കുക. കണ്ണാന്ന് വിളിച്ചു. വിളി കേട്ടു. അടുക്കളയിലുണ്ട്. യശോദമ്മ തൈർക്കല അവിടെ ഇട്ടിട്ട് അകത്തേക്ക് ഓടി. നോക്കിയപ്പോൾ എന്താണെന്നറിയോ, കുഞ്ഞ് കൈകൊണ്ട് ആ കനലുകൾ ഇങ്ങനെ വരിക. ശൃംഗി അഗ്നി അഗ്നിർമുഖം തേ. ഇനി അക്രൂരനെ സ്തുതിക്കണ കേൾക്കാം. ഭഗവാന്റെ മുഖമാണ് അഗ്നി എന്നുള്ളത് ഭഗവാനല്ലേ അറിയുള്ളൂ. ആ അമ്മയ്ക്ക് നെഞ്ച് കത്താൻ വേറെ വല്ലതും വേണോ? അമ്മയ്ക്കു നെഞ്ചു വിങ്ങുന്നു കണ്ണ എന്നൊക്കെ യശോദ പറയുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ലോകത്തുള്ള എല്ലാവരെയും രസിപ്പിക്കുക. അഗ്നി എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖമാണ് അമ്മേ എന്ന ഭാവത്തിലാണ് ഭഗവാൻ. ദംഷ്ട്രി. ഒരു ദിവസം യശോദമ്മ അടുക്കളയിൽ പാല് കാച്ചിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് കണ്ണാന്ന് വിളിച്ചു. വിളി കേട്ടു. ഭഗവാൻ ഉമ്മറക്കോലായിലുണ്ട്. ആ വിളിയിൽ എന്തൊരു പന്തികേട് തോന്നി യശോദമ്മയ്ക്ക്. ആ വിളി അത്ര സുഖമായിട്ട് തോന്നിയില്ല. യശോദമ്മ പുറത്തേക്ക് നോക്കിയപ്പോൾ ഉമ്മറക്കോലായിലൊരു പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ വായിൽ വിരലിട്ട് നോക്കുക. എന്താ ഉണ്ണി കാണിക്കണത്? പിടിച്ച് കടിക്കില്ലേ? അമ്മ കണ്ണൻ്റെ വായിൽ വിരലിട്ട് നോക്കിയില്ലേ പല്ല് മുളച്ചുണ്ടോയെന്ന്? ആ ഉണ്ണി പൂച്ചയുടെ വായിൽ വിരലിട്ട് നോക്കുക പല്ല് മുളച്ചുണ്ടോയെന്ന്. ശൃംഗ്യഗ്നി ദംഷ്ട്രി. യശോദയും രോഹിണിയും ഒരു ദിവസം പശുക്കളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് അടുക്കളയിൽ നിന്ന് ലഹള. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണമെന്ന്. അപ്പോൾ മനസ്സിലായി എന്തോ അപകടമൊപ്പിക്കുകയെന്ന്. 2 പേരും അടുക്കളയിലേക്ക് ഓടി ചെന്നപ്പോഴാണ് അവിടെ മൂർച്ചയുള്ള നീളത്തിലുള്ളൊരു കത്തിക്ക് വേണ്ടിയിട്ട് പിടിവലിയ. ആ മൂർച്ചയുള്ള കത്തിയുടെ പിടി ഏട്ടൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, അലക് അനിയൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഏട്ടനൊരു വര വരച്ചാൽ എന്തുണ്ടാവും? ചോരപ്രളയം. ഒരമ്മയ്ക്ക് നെഞ്ചു കത്താൻ വല്ലതും വേണോ? എന്താ കുട്ടികളെ ഇങ്ങനെ കാണിക്കണേ? കത്തി മേടിച്ച് വെച്ച് 2നെയും കൊണ്ടുപോയി. ഒരു ദിവസം യശോദമ്മ പാല് കാച്ചിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് യശോദമ്മയുടെ സാരി തുമ്പമ്മ പിടിച്ചിങ്ങനെ നിൽക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. കണ്ണാന്ന് വിളിച്ചു. ശബ്ദം കേൾക്കാനില്ല. അപ്പം എന്തോ കുസൃതി ഒപ്പിക്കാനാന്ന് മനസ്സിലായി. ഗൃഹത്തിൽ നോക്കിയിട്ട് കാണാനില്ല. പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് യശോദമ്മയുടെ നെഞ്ച് കത്തിയത്. എന്താ പരീക്ഷത്തെ? ആ മുറ്റത്ത് കുറച്ച് നീങ്ങിയിട്ട് ഒരു കിണറുണ്ട്, അഗാധമായിട്ടുള്ളൊരു കിണർ. ആ കിണറിൻ്റെ വാക്കല്ലുമ്മ കയറിയിട്ട് ഭഗവാൻ അകത്തേക്ക് നോക്കുക. കുഞ്ഞ് വയറ് ആ കിണറിൻ്റെ വാക്കല്ലുമ്മയുണ്ട്. കാല് നിലത്തുനിന്ന് പൊന്താറായി. കാല് നിലത്തുനിന്ന് പൊന്തിയാൽ നേരെ വെള്ളത്തിലേക്ക് ബ്ലം. എന്താ ചെയ്യണ്ടേ? കണ്ണാന്ന് വിളിച്ചാൽ ഞെട്ടിയിട്ട് അപ്പം വീഴും കിണറ്റിലേക്ക്. യശോദ തൻ്റെ പാദസരം മുകളിലേക്കൊണ്ട് കയറ്റി വെച്ചു ശബ്ദമുണ്ടാവാതിരിക്കാൻ. പതുക്കെ പതുങ്ങി ചെന്ന് ഭഗവാന് ഉദരത്തിൽ പിടിച്ച് പുറകോട്ടും ഇങ്ങോട്ട് മാറ്റി. എന്താ കണ്ണാ കാണിക്കണേ? അപ്പം ഭഗവാൻ പറഞ്ഞു അത്രേ. അതെ, ആ നോക്കൂ, അതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ണി പീലി തിരുമുടി കെട്ടി കണ്ണ് വാലിട്ട് കണ്ണെഴുതിയിട്ട് ഉണ്ണിയെപ്പോലൊരു ഉണ്ണി അതിൻ്റെ ഉള്ളിൽ. ഞാൻ വാവാന്ന് വിളിച്ചപ്പോൾ ആ ഉണ്ണി വിളിച്ചു വാവാന്ന്. തൻ്റെ പ്രതിബിംബം കണ്ടിട്ട് ഭഗവാൻ പറയുക, ഞാൻ ചാടിക്കോട്ടെ അമ്മേ കിണറ്റിൻ്റെ ഉള്ളിലേക്ക്. ശൃംഗ്യഗ്നി ദംഷ്ടി അസി ജല ദ്വിജ കണ്ടകേഭ്യ. ഇങ്ങനെ ഓരോ തരത്തിലുള്ള കുസൃതികൾ കാണിക്കുമ്പോൾ ഗൃഹ്യാണി കർത്തുമപി തത്ര ജനന്യോ ശേകാത ആപതുരലം മനസോനവസ്ഥാം. മനസ്സിരുത്തിയിട്ട് ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ല. ഈ ഗൃഹലക്ഷ്മിമാർക്ക് എന്തൊക്കെ ചെയ്യണം? മുറ്റമടിക്കണം, വെള്ളം കോരണം, പശുവിനെ കുളിപ്പിക്കണം, പശുവിനെ കറക്കണം, തൈര് കലക്കണം, മാല കെട്ടണം, ആഹാരം പാകം ചെയ്യണം, കുട്ടികളെ നോക്കണം. എന്തൊക്കെ ജോലിയാണ് ഗൃഹലക്ഷ്മിക്കുള്ളത്. ഈ കുട്ടികളുടെ പുറകെ നടന്നിട്ട് തലവേദന ഒഴിഞ്ഞിട്ട് നേരമില്ല. ഒരു പണി എടുക്കാൻ പറ്റില്ല. ഗൃഹ്യാണി കർത്തുമപി യത്ര തൻ ജനന്യൗ ശേകാത ആപതുരലം. 2 പേർക്കും ജോലി എടുക്കാൻ പറ്റണില്ല, ഒരു പണി എടുക്കാൻ പറ്റണില്ല. അടുത്ത ദിവസം നന്ദഗോപർ ഗ്രാമസഭ കൂടാനായിട്ട് പോയി. ഗോപന്മാരുടെ തലവനാണ് നന്ദഗോപർ. നന്ദഗോപർ സഭയിലേക്ക് പോകാൻ നേരത്ത് യശോദ കൈമക്കറി പിടിച്ചു. അതേ, അവിടെ നിൽക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഒന്നുകിൽ നിങ്ങൾ ഈ കുട്ടികളെ നോക്കണം, ഞങ്ങൾ ഗൃഹജോലികൾ നോക്കാം.
ഞങ്ങളെക്കൊണ്ട് ആവണില്ല. യശോദയെ രോഹിണിയും കൂടി നോക്കാമെന്നോട് പഠിച്ച പണി 18 നോക്കി, ഒരു രക്ഷയില്ല. ഒടുക്ക അവർ ഷിഫ്റ്റാക്കി. യശോദ പറഞ്ഞു, രോഹിണി ഒരു ദിവസം നീ അടുക്കളപ്പണി ചെയ്യുക, ഞാൻ കുട്ടികളെ നോക്കാം. അടുത്ത ദിവസം നീ കുട്ടികളെ നോക്കുക, ഞാൻ അടുക്കളപ്പണി ചെയ്യാം. ഒറ്റ ദിവസം കൊണ്ട് പരിപാടി നിർത്തി അവർ. അടുക്കളപ്പണി പിന്നെയും ചെയ്യാം. 2 കുട്ടികളെ നോക്കേണ്ടതേ. ഒരെണ്ണം കിഴക്കോട്ടോടും, മറ്റേത് പടിഞ്ഞാട്ടോടും. ഏതിനാ പിടിക്കണ്ടേ? കിഴക്കോട്ട് ഓടണനെ പിടിക്കണോ, പടിഞ്ഞാട്ട് ഓടനെ പിടിക്കണോ? ഒരെണ്ണം തീയിൻ്റെ അടുത്തേക്ക് പോകും, മറ്റേത് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകും. ഏതിനാ പിടിക്കണ്ടേ? ഒറ്റ ദിവസം കൊണ്ട് പരിപാടി നിർത്തി. അടുക്കളയിലെ പരിപാടി നടത്തിയില്ലെങ്കിലും വേണ്ടില്ല, പശുവിനെ കറന്നില്ലെങ്കിലും വേണ്ടില്ല, ഈ പിള്ളേരെ നോക്കാനും പറ്റുള്ളൂ. അതിന് തന്നെ നേരം കിട്ടണില്ല. സാമാന്യം വണ്ണമുണ്ട് യശോദയ്ക്ക്. കൊച്ചു കുട്ടികളുടെ പുറകെ അമ്മമാർക്ക് ഓടാൻ പറ്റുമോ? തെറിച്ച് പോവില്ലേ കുട്ടികൾ? ഒടുക്കം ചേകാത ആപതുരലം മനസോനവസ്ഥാം. നന്ദഗോപരോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ജോലി ചെയ്യണം, ഞങ്ങൾ കുട്ടികളെ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെ നോക്കണം, ഞങ്ങൾ ഗൃഹജോലികൾ ചെയ്യാം. നന്ദഗോപർ പറഞ്ഞു, എനിക്ക് രണ്ടും പറ്റില്ല. ഗ്രാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അന്വേഷിക്കാനുണ്ട്, അതുകൊണ്ട് എനിക്ക് നിവൃത്തിയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സർവൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തോളൂ, ഞങ്ങൾക്ക് പറ്റില്ല ഇവരുടെ പുറകെ നടക്കാൻ. ഊണ് കഴിക്കാൻ വരുമ്പോൾ ആഹാരം കാലായില്ല എന്ന് പറഞ്ഞ് ശുണ്ഠി എടുത്തിട്ട് കാര്യമില്ല. അന്ന് ഗ്രാമസഭ കൂടിയപ്പോൾ നന്ദഗോപർ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ 2 കുസൃതി കുട്ടന്മാരുണ്ട്, അവരെ നോക്കാനായിട്ട് ആരെങ്കിലും വേണമെന്നാണ് യശോദ രോഹിണിയും പറയണേ. ഇടയുള്ളവർ വരൂട്ടോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നന്ദഗോപർ വാതിൽ നോക്കുമ്പോൾ മുറ്റത്ത് കുറച്ച് സ്ത്രീകളാണ്. എന്താ ഇവിടെ ഉണ്ടായി? എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായി? നിങ്ങളെന്താ എല്ലാവരും കൂടെ വന്നേ? അല്ല, ഇവിടുത്തെ കുട്ടികളെ നോക്കാൻ ഒരാൾ മതി, അതിത്ര ആൾക്കാരൊന്നും വേണ്ട. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുക യശോദ. നിന്നോട്ടെ അവർ, ഞാൻ ശമ്പളവും വസ്ത്രവും ഇതൊക്കെ കൊടുത്തോളാം. 3-4 പേരെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ച്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ സൈൻ ചെയ്തിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് മുറ്റത്ത് നിറച്ച് സ്ത്രീകളാണ്. ഏതായാലും പറഞ്ഞു പോയില്ലേ, ആയിക്കോട്ടെ ഇവരെല്ലാം നിന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാ യശോദ കണ്ട് ഈ വന്ന സ്ത്രീകളുടെ എല്ലാത്തിൻ്റെ സാരിത്തുമ്പം ഇതേ പ്രായത്തിൽ ഓരോന്നുണ്ട്. 2 പിള്ളേരെ നോക്കാൻ വിഷമമുള്ള ആൾക്കാരെ, ഒപ്പത്തിയിലുള്ള കുട്ടികൾ ഒരു 32 പേരുണ്ട്. ആ 32 34 പേര് അവിടെ നടത്തിയതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ന വക്തും പരീക്ഷതൈരവി. 100 കൊല്ലം ഇരുന്ന് പറഞ്ഞാൽ തീരില്ല എൻ്റെ പരീക്ഷത്തെ. ഈ 34 പേരും ചേർന്ന ഭഗവാന്റെ ലീലകൾ